നമസ്കാരം. നമസ്കാരം. അടുത്ത ആളെന്ന് പറയുന്നുണ്ടെങ്കിൽ വളർന്നു വരുന്നൊരു കലാകാരി അജി എന്നാണ് കുട്ടിയുടെ പേര്. നമ്മുടെ സിവിൽ തോട്ടങ്ങൾ എന്ന് പറയുന്ന ചേട്ടൻ്റെ കൂടെ ഡയറക്ഷൻ ചെയ്ത ഒരു ആൽബത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേലത്ത് സുന്ദരി അല്ല, ചേലത്ത് പെണ്ണ്, അതെല്ലാവരും കാണണം. അപ്പോൾ അതിൻ്റെ നായികയായിരുന്നു ആ കുട്ടി. അപ്പോൾ ആ കുട്ടീനെയും കൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തും. അപ്പോൾ മായിരിക്ക എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പൊതുവെ പറയട്ടെ. എല്ലാവർക്കും അറിയാം. വയനാട് ദുരന്തം കേരളക്കരയിലെ മൊത്തം ജനങ്ങൾ മൊത്തം അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ്. പിന്നെ അതിപ്പോൾ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും കൊണ്ട് വേദനയുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രോഗ്രാമുകൾ നല്ലൊരു കുറഞ്ഞേക്കും അല്ലേ അജിക്കോ? അജിയുടെ ചേലത്ത് പെണ്ണ നല്ലൊരു ഇതായിരുന്നു. കാരണം സിവിൽ കോർട്ടുകളുടെ ഒരു വർക്ക് സൂപ്പറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേമാതിരി എൻ്റെ ഒരു വർക്ക് ഓണസമ്മാനം അസലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരുവോണനാളിലെ വിശേഷങ്ങളുമായിട്ടൊരു പറഞ്ഞില്ല, കേട്ടില്ല. പപ്പടം പടം പായസം കൂട്ടി അടിക്കില്ല. അതാണോ അല്ല, വർക്കുകളുടെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ കുറച്ച് എല്ലാം ഒരു ഡൗൺ ആണ്. പിന്നെ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ആസാദി കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഷെഡ്യൂൾ കഴിഞ്ഞു. അതൊരു ഞങ്ങൾ കുറച്ച് നാളായി അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട്. പക്ഷെ അത് പയ്യെ ചെയ്ത കാരണം കാണാനായിട്ട് നല്ലൊരു മൂവി തന്നെയായിരിക്കും, നല്ല വിജയം തന്നെയായിരിക്കും അത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ റിലീസിംഗ് ഉണ്ട്. പിന്നെ ഇന്നൊരു ആൽബത്തിന്റെ റിലീസിംഗ് ഉണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, വർക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അറിയാലോ നമ്മുടെ ഹേമ കമ്മിറ്റി വന്ന കാരണം ഇട്ടിരിക്കുന്നല്ലേ, അത് ഹേമ കമ്മിറ്റി കുറച്ച് പണി തന്നിട്ടുണ്ട്. കാരണം അത് ജനങ്ങൾക്കിടയിലേക്ക് അതൊരു നെഗറ്റീവായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി കമൻസ് ഞാൻ കണ്ടു. സൂര്യ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു പറയാനുള്ളത്. കാരണം ഹേമ കമ്മിറ്റിയുടെ ഇത് വന്നപ്പോൾ തന്നെ കുറെ സ്ത്രീകൾ അത് വെച്ച് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു സ്ത്രീ തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഭയങ്കര മോശമാണ്. എല്ലാവരും കലാകാരന്മാരാണ്. ആണുങ്ങള് സ്ത്രീകള് പരിഗണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ജനങ്ങളായാൽ പോലും സിനിമ കാണരുത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയേക്കാണ്. നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ കലാകാരന്മാർക്ക് ഭയങ്കര ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമാണ് നമ്മുടെ സിനിമകളെല്ലാം വിജയിക്കുന്നത്. അതല്ലാതെ ചുമ്മാ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു ഇതൊക്കെ വന്ന കാരണം കുറച്ചൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നല്ല സ്മൂത്തായിട്ട് ഇപ്പൊ വീണ്ടും ഓടി തുടങ്ങും. കുഴപ്പമൊന്നുമില്ല. എല്ലാ സിനിമകളും മുമ്പിലേക്ക് വന്നു തുടങ്ങി. പിന്നെ ഇനിയുള്ള ജനങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് വേണ്ടത്. നല്ല വിശേഷങ്ങളാണ് അറിയാമല്ലോ. കാരണം പ്രോഗ്രാമുകൾക്ക് അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് വളരെ സന്തോഷമാണ്. കാരണം അത് കലാകാരനൊക്കെ അല്ലേ, അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അജിയുടെ വർക്കുകളൊക്കെ നല്ലപോലെ വർക്ക്. അപ്പോൾ അജിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഓണാഘോഷം പപ്പടപ്പടം പായസം കൂട്ടി വെക്കുന്നു. അപ്പൊ നമ്മളെ വിളിക്കുന്നില്ല ഇല്ല. പിന്നെ ഇക്കാല വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാര്യ, മക്കള്, ഉമ്മയും പാപ്പയും, ഇതാണ് എൻ്റെ പിന്നെ എനിക്കൊരു സിസ്റ്ററോടൊക്കെ ആളുകൾ ഇതാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഓണത്തിന് എല്ലാവരും കാണിക്കുന്ന പോലെ തങ്ങൾ കാണിക്കുന്നതിനോട് പോകും. ഇതൊക്കെ തന്നെ അജിയുടെ വീട് സ്വന്തം വീടിൻ്റെ പിന്നെ ഇത് രസാണ്. നല്ലൊരു തിരുവോണാശംസ. എല്ലാവർക്കും ഓണാശംസ.